എളുപ്പത്തിൽ ഒരു പാൻ കേക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ 2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. 50 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്കിനി പാല് ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് പാല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ 3 മുട്ട ചേർത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/2 കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പാൻ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ബട്ടറിൻ്റെയും പാലിൻ്റെയും മിക്സും കൂടെ ഇടവിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. പാല് നമ്മൾ എടുക്കുന്ന മുട്ടയുടെ വലുപ്പം അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ പാല് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് 1-2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഈ ബീറ്റർ വെച്ച് തന്നെ ലോ സ്പീഡിൽ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാൻ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു സൈഡ് ആകുമ്പോൾ ഇതുപോലെ മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൻ കേക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹണിയും ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പാൻ കേക്കാണ്. ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്